പൊന്നാനി സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം 250 രൂപ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം 100 രൂപ ക്യാഷ് ബാക്ക്. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ്, തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ. കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ്, LED TV, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പൊന്നാനി പെരുമയുടെ ഭാഗമായി ജമാഅത്തെ പള്ളിക്കുളത്തിന്റെ കമ്പടത്തിൽ അവർ ഒത്തുകൂടി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അവർ ഇന്ന് ഒത്തുചേരുകയായിരുന്നു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്കുളത്തിന്റെ ഓരത്ത് ചേർന്ന് 50ഓളം പേരാണ് ഓർമ്മകൾ പങ്കുവെക്കാനും സൊറ പറയാനുമായി ഒത്തുചേർന്നത്. പൊന്നാനി ടൗണിലെ പൂർവ്വകാല അനുഭവങ്ങളും ആരും പറഞ്ഞു കേൾക്കാത്ത കഥകളുമായിരുന്നു അവർ പരസ്പരം പങ്കുവച്ചത്. കൂടിയിരിക്കാം, സൊറ പറയാം, പെരുമയുടെ ഓർമ്മകൾ ഒരുമയോടെ പങ്കുവെക്കാം എന്ന ശീർഷകത്തിൽ പൊന്നാനി തൗത്താരം എന്ന പേരിലായിരുന്നു ഒത്തുചേരൽ. വൈകിട്ട് അസർ നമസ്കാരത്തിനു ശേഷമായിരുന്നു 50ഓളം കാരണവന്മാർ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്കുളത്തിന്റെ പരിസരത്ത് ഒത്തുചേർന്നത്. ഈ പള്ളിന്റെ ഉള്ളിൽ കയറ്റി കുറച്ച് കഴിയുന്ന ബലൂൺ വെള്ളം നടക്കാത്തവരുണ്ടാവില്ല, ഇവിടെ ബൈവാരി കഴിക്കാത്തവരുണ്ട, ഇവിടെ ചെമ്പോല് വെക്കാത്തവരുണ്ടാവില്ല, അവിടെ മറ്റേ നമ്മുടെ ബാപ്പുക്കാർ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഓർമ്മകളെ ഏറെവെക്കാൻ വേണ്ടി എല്ലാവരും വസ്ത്രങ്ങളെ കൂടി ഇരിക്കുന്നത് ഒരാളെ പേര് പറയുന്നില്ല, എല്ലാവരും ചുറ്റുപാട് നടന്ന ആളുകളാണ്. അതിൽ വളരെ 1-2 ആളുകൾ മാത്രം അതല്ലാത്ത ആളുകളുണ്ടാവും. ഈ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാഷും കേമും നിസാറൊക്കെ കൂടി ഇന്ന് സംഘടിപ്പിച്ചേ മതിയാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇങ്ങനെ ഒരു ഇതിന് കാരണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊന്നാനി MAUP സ്കൂളിൽ പഠിച്ച അനുഭവങ്ങളും കുളത്തിൽ കുളിച്ച അനുഭവങ്ങളും മുട്ടപ്പത്തിരിയും പൊന്നാനി പലഹാരങ്ങളും കഴിച്ചതുമെല്ലാം സൊറ പറച്ചിലിൽ പറഞ്ഞു വെക്കുകയായിരുന്നു ഇവർ. സൊറ പറച്ചിലിന് തുടക്കം കുറിച്ചത് ഇബ്രാഹിംകുട്ടി മാസ്റ്ററായിരുന്നു. പ്രായം തളർത്താത്ത അക്ഷരക്കരുത്തുമായ ഇബ്രാഹിംകുട്ടി മാഷ് തന്റെ പഴയകാല ഓർമ്മകൾ സദസ്സിന് മുന്നിൽ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായിരുന്നു. ഇന്ത്യയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ സത്യത്തില് ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അസ്തമിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ റോഡിൽ കൂടി ഇങ്ങോട്ട് ഫ്ലോ ആണ്. എന്തിനാണെന്നറിയോ? ആകാശവാണി വാർത്തകൾ വായിക്കുന്നെന്ന് കേൾക്കാൻ വേണ്ടി. ആ വാർത്ത അന്ന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾക്ക് ആ വാർത്തൻ്റെ ആകാശവാണി പറയുമ്പോഴേക്കും തന്നെ ആൾക്കാർക്ക് എന്തോ ഒരു ആകാശവാണിയും ഇല്ല, കോഴിക്കോടും ഒന്നുമില്ല. കാരണം എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്നത് അന്ന് രാത്രി വരെയുള്ള എല്ലാ വാർത്തയും അറിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾക്ക് ഒരു പുതിയ വാർത്ത പിറ്റേ ദിവസം ഒന്നും നമ്മൾക്ക് കേൾക്കാനില്ല. പിറ്റേ ദിവസം രാവിലെ ഇനി വലിയ വെള്ളപ്പൊക്കെ പ്രളയം അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രികാലത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നത്. പുതുതലമുറയും ഈ സംഗമത്തിൽ ഒത്തുചേർന്നത് പുതിയ അനുഭവങ്ങളാണ് പകർന്നു നൽകിയത്.